കാഴ്ച. മേൽക്കോയ്മ തൂത്തെറിഞ്ഞെല്ലാ സമരവും രക്തം ചിതറിയിട്ടാണെന്നതോർക്കുക. സ്വാതന്ത്ര്യം നേടിയെടുക്കുവാനായിട്ട് പീഡനമേൽക്കാൻ കരുത്തേറെ നേടണം. ആൺകോയ്മ ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് നെഞ്ചു നിവർത്തി പറയാൻ പഠിക്കണം. ശരിയെന്ന് പിഞ്ചിലെ അടിയുറച്ചാൻ കോയ്മ വേർതിരിച്ചറിയാൻ നാം ഇന്നേ ശ്രമിക്കണം. അങ്ങനെ അങ്ങനെ അല്പാൽപമായി നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു തുടങ്ങണം നിത്യേന. ആരു കത്തിച്ചാലും കത്തും അടുപ്പെന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തിടണം നമ്മൾ. സ്വന്തം ഭുജിച്ചൊരു പാത്രം കഴുകുക ത്രാണി ഭുജിച്ചവർക്കുണ്ടെന്ന് ചൊല്ലണം. മുറ്റമടിക്കലും പാത്രം കഴുകലും വസ്ത്രമലക്കലും വെള്ളം കൊണ്ടോരലും പെണ്ണിന്റെ മാത്രം ചുമതല എന്നത് തെറ്റായി പഠിപ്പിച്ചൊരാൺകോയ്മ സംസ്കാരം. ഒന്നായി നിന്നിട്ടങ്ങൊറ്റക്കെട്ടായിട്ട് തൂത്തെറിയണം ഈ മേൽക്കോയ്മ സംസ്കാരം. കൈക്കരുത്തിൻ മുന്നിലൊട്ടും പതറാതെ ധീരമായി മുന്നോട്ടു നീങ്ങുക. ഇല്ലില്ല ഞങ്ങൾ തൻ കണ്ണുകൾ നിറയില്ല, കേഴില്ല നിങ്ങൾ തൻ ഔദാര്യത്തിനുമായി. മടിയില്ല നിങ്ങൾ തൻ കയ്യാൽ മരിക്കാനും, എങ്കിലും തുടരില്ല അടിമത്ത സംസ്കാരം ഏറ്റെടുക്കാം. ഞങ്ങളേതു തൊഴിലുമേ മാറ്റി നിർത്തേണ്ടുന്നൊരാവശ്യവുമില്ല. വീടിനഴകാണ് പെണ്ണിൻ മിടുക്കെന്ന ചിന്തയെ തന്നെ നാം തൂത്തെറിഞ്ഞിടണം. ഒരു നല്ല നാളെ തന്നെ ആരംഭത്തിനായി പടപൊരുതാൻ ഇന്നെ തയ്യാറെടുക്കുക. ഈ പാട്ടുകളുടെ മാറ്റൊലി വയനാട്ടിലെ സുഗന്ധവാഹിയായ കാപ്പിച്ചെടികളിലും തേയിലച്ചെടികളിലും മാത്രമല്ല കേൾക്കുന്നത്, ഇവിടുത്തെ സ്ത്രീ മനസ്സുകളിലും ഇപ്പോൾ പ്രതിധ്വനിക്കുന്നു. വയനാട്ടിലെ പല സ്ത്രീകളും പോലീസ് കോൺസ്റ്റബിളായ വിനയെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. അവരിൽ എല്ലാ ഗണങ്ങളിലും പെട്ട സ്ത്രീ സമൂഹമുണ്ട്. സാധാരണ ഭർത്തൃമതികളും ഭർത്താവില്ലാത്തവരും വക്കീലത്തികൾ വരെയുണ്ട്. ഫെമിനിസ്റ്റ് ആക്ടിവിസത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഈ മലനിരകളിൽ നിന്ന് ആരംഭിക്കുകയാണ്. മുറിച്ച മുടിയും ആഭരണങ്ങളില്ലാത്ത കാതും പുരുഷന്മാരെ പോലെ പാന്റും ഷർട്ടുമിട്ട് ബുള്ളറ്റ് ബൈക്കിൽ സഞ്ചരിക്കുന്ന വിനയ കാക്കി വസ്ത്രം ധരിച്ച് സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു പോലീസുകാരിയാണ്. അച്ചടക്കമുണ്ടായിരിക്കേണ്ട പോലീസ് സേനയിൽ ചിലപ്പോഴൊക്കെ അത് ലംഘിച്ച് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ലിംഗ വിവേചനത്തെ ചോദ്യം ചെയ്ത് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും 2 വർഷങ്ങൾക്ക് ശേഷം കോടതി ഉത്തരവിലൂടെ തിരിച്ച് കയറുകയും ചെയ്ത വിനയ ഇപ്പോൾ വൈത്തിരി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളാണ്. ഭർത്താവ് മോഹൻദാസ് വയനാട്ടിൽ തന്നെ മറ്റൊരു സ്റ്റേഷനിൽ ഹെഡ് കോൺസ്റ്റബിളാണ്. പുരുഷ മേധാവിത്വത്തിന്റെ പരുഷമായ എല്ലാ സങ്കല്പങ്ങളെയും വിനയ ചോദ്യം ചെയ്യുന്നു. ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്, 14ാമത്തെ ചാപ്റ്ററിൽ അതിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എങ്ങനെ എല്ലാ രംഗങ്ങളിലും സമത്വം പൂർണ്ണമായി നേടാനാവുന്നില്ലെങ്കിൽ യഥാർത്ഥവും ഫലപ്രദവുമായ ജനാധിപത്യം നിലവിൽ വരുത്താൻ സാധ്യമല്ല. എന്നാലും സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ പുരോഗതിയുടെ ദീർഘവും വിഷമകരവുമായ മാർഗത്തിലൂടെയുള്ള മാനവലോകത്തിന്റെ മുന്നേറ്റം കൊണ്ട് മാത്രം നേടാവുന്ന വിദൂരസ്ഥമായ ഒരാദർശമാണ് എല്ലാ രംഗങ്ങളിലുമുള്ള പൂർണ്ണമായ സ്ത്രീ പുരുഷ സമത്വം. എന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ് അത് നേടാനെന്ന് ഭരണഘടനയും സമ്മതിക്കുന്നുണ്ട്. അത്രയും വിഷമം പിടിച്ചൊരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് അതിന് കഴിവുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അതിന് അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ അവകാശമുണ്ട് എന്ന് ഞാൻ ധരിച്ചു. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു ഏതു ജനവിഭാഗമാണോ താഴേക്കിടയിൽ കിടക്കുന്നത് അവരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്, മാനവ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അങ്ങനെ മാനവ നന്മയ്ക്ക് ഒരു നിയമവും വിഘാതമായി നിൽക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ കോൺട്രാക്ട് റൂളും നിയമങ്ങളും ഒക്കെ ഇങ്ങനെ പറയുമ്പം കോൺട്രാക്ട് റൂൾ പ്രകാരമാണ് എന്നെ ഇതിന് വിലക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. റൂൾസ് അനുവദിക്കുന്നില്ല. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആശയം ഒരു ഒരു ജനതയുടെ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന നിയമങ്ങൾ അതേത് തന്നെയാണെങ്കിലും തിരുത്തപ്പെടേണ്ടതാണ്. അത് ഒരു മാനുഷിക നന്മയ്ക്ക് ഉതകാത്ത നിയമങ്ങൾ നമുക്ക് ആവശ്യമല്ല. നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
അപ്പൊ ആ നന്മയ്ക്ക് വിഘാതമായിട്ട് എവിടെയെങ്കിലും നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. വിനയ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന ചോദ്യത്തിന് അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ നൽകുന്ന ഉത്തരം ചെറുപ്പം മുതലേ അവൾ ഇങ്ങനെയായിരുന്നു എന്നാണ്. അവളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ലേ ഉള്ളു. അവളെ സ്വന്തം ആവശ്യത്തിനോ അവളെ കുടുംബത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ലല്ലോ. അതിപ്പോ എല്ലാവർക്കും വേണ്ടി, പെൺകുട്ടികൾക്ക് വനിതാ പോലീസൊക്കെ എല്ലാം വേണ്ടിയിട്ടല്ലേ അവൾ ചെയ്തത്. 5 പെൺമക്കൾ മാത്രമുള്ള കുടുംബത്തിൽ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ലിംഗവിവേചനം രൂപപ്പെടുത്തിയതാണ് വിനയ എന്ന വിനയമോ വിധേയത്വമോ ഇല്ലാത്ത പോലീസുകാരിയെ. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ മാടക്കര EK രാഘവൻ നായരുടെയും എന്നെ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകളായി 1967 മെയ് മാസം 20-ാം തീയതി ജനിച്ച വിനയ 1991 പോലീസിൽ ചേർന്നു. 5 പെൺമക്കളിൽ മൂന്നാമത്തേതാണ് വിനയ. 2003 സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 2004 തിരിച്ചെടുത്തു. 2 മക്കളുണ്ട്, ആതിരയും വിശാലും. 1998 എന്റെ കഥ അഥവാ ഒരു മലയാളി യുവതിയുടെ ആത്മകഥ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കവിതാ പുസ്തകം ഈ മാസം പ്രസിദ്ധീകരിച്ചു. 2002 മാർച്ച് 23 കണ്ണൂരിൽ വെച്ച് സ്പോർട്സ് മീറ്റിൽ വനിതാ കോൺസ്റ്റബിൾമാരോട് സ്കോർ പോയിന്റിൽ വിവേചനം കാണിച്ചതിനെതിരെ ഗ്രൗണ്ടിൽ കിടന്ന് പ്രതിഷേധിച്ച വിനയ പിന്നീട് പിരിച്ചുവിടപ്പെട്ടു. എങ്കിലും യൂണിഫോമിന്റെ കാര്യത്തിലെന്ന പോലെ പോലീസ് സേനയിൽ നിലനിന്നിരുന്ന ഒട്ടേറെ വിവേചനങ്ങൾ അവസാനിപ്പിക്കാനോ തിരുത്താനോ വിനയയ്ക്ക് കഴിഞ്ഞു. വിനയ ചെയ്തത് ശരി തന്നെ. അവള് തെറ്റൊന്നും വരെ ചെയ്തത് എനിക്ക് തോന്നിയില്ല. എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഇതായിട്ട് അഭിപ്രായമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ പൊതുവെ ആകുമ്പം എന്തിനേന്ന് പലപ്പോഴും ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. എന്തിനാർക്കും വേണ്ടാണ്ടേ എന്ന് വെച്ചാൽ സപ്പോർട്ട് കിട്ടുന്ന വിചാരിച്ചിട്ടല്ല. എന്നാലും പിന്നെ ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് സ്ത്രീകൾ വരെ എതിരായിട്ട് പറയുമ്പോൾ ചില സമയത്ത് തോന്നിയിട്ടുണ്ട് എന്തിനു വലിയ വിളിങ്ങൾ നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് അവള് ചെയ്ത ഒരിക്കലും അന്യായമല്ല, ന്യായത്തിന് വേണ്ടി അവള് നിന്നിട്ടുള്ളൂ. ഇപ്പൊ പറയുന്നത് ന്യായം തന്നെയാണ്. ഓളും എല്ലാ നേതാക്കന്മാരെമാരും പറയുന്ന ഒന്നും ചെയ്യുന്ന ഒന്നുമല്ല. അവളുള്ള ജീവിതത്തിൽ പകർത്തിയ കാര്യങ്ങൾ അവൾ പുറത്തേക്ക് പറയുന്നുള്ളൂ. അതാണ് വിനയന്റെ വ്യത്യാസം. സഹോദരി എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നത് അവളെ മഹത്വം അത് തന്നെയാണ്. അവള് പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് അവള് മറ്റുള്ളവർ പ്രവർത്തിക്കാൻ പറയുന്നത്. അല്ലാണ്ട് നിങ്ങളത് ചെയ്തോളിന്ന് ഓള് പിന്നിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്. എല്ലാം ഓള് കാണിച്ചു കൊടുത്ത് ഓളെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷമാണ് ഓള് പുറത്തേക്ക് ഒരാളോട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഒടുവിൽ മാർച്ച് 8 വിനയയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് നടത്താനിരുന്ന സ്ത്രീ ശാക്തീകരണ ബോധവൽക്കരണ റാലിക്ക് സർക്കാർ അനുമതി കൊടുത്തില്ല. ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പോലീസിന്റെ പണി ക്രമസമാധാനം നടത്തലാണെന്നും ബോധവൽക്കരണമല്ലെന്നുമാണ്. ഇത് അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 ഞാൻ ഒരു യാത്ര വിചാരിച്ചത് സ്ത്രീ ബോധവൽക്കരണ പരിപാടി ഉണ്ട്. സാധാരണ ഞാൻ വിചാരിച്ചത് സർക്കാരാണേലും സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ നയങ്ങളും എല്ലാം തന്നെ സ്ത്രീ പുരോഗതിക്ക് വേണ്ടിയിട്ട് ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്, ധാരാളം വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുടുംബശ്രീകളും ഒക്കെ അതിന്റെ ഉദാഹരണം തന്നെയാണ്. അപ്പൊ എന്തായാലും വിമൻ എംപവർമെന്റ്, സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ വെച്ചാൽ അത് ധാരാളം ഒത്തിരി പൈസയും അതിന് മുടക്കുന്നുണ്ട്, ഒത്തിരി കാശുകൾ. എനിക്ക് തന്നെ അറിയാം. ഓരോ പദ്ധതികൾ ഓരോരുത്തരും പത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ വായിച്ചിട്ടറിയാം, കോടികളാണ് ഇതിനൊക്കെ മുടക്കുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ഇത്രമാത്രം ഒന്നും വേണ്ട ഇതിന്. ഈ ഒരു പുരോഗതിക്ക് സ്ത്രീകളുടെ ഒരു മാനസികമായിട്ടുള്ള സ്ത്രീകളുടെ പുരോഗതി എന്ന് പറയുന്നത് അത് മാനസികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നാണ്. അടിമത്തമാണ്. ആ അടിമത്തത്തെ മാറ്റാതെ അതിനൊരു പുരോഗതി ഉണ്ടാക്കാനും ആർക്കും കഴിയില്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ മാനസികമായിട്ടുള്ള അവരുടെ അടിമത്തത്തെ ആദ്യം തിരിച്ചറിയിക്കണം. അങ്ങനെയുള്ളൊരു തിരിച്ചറിയിക്കൽ ഇവിടെ ആരും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി. അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഈ സമൂഹത്തിന് അത്യാവശ്യമാണെന്നും എനിക്ക് മനസ്സിലായി. എനിക്ക് അത് വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് പല കാര്യത്തിലും. അപ്പോൾ എനിക്ക് തോന്നിയത് എന്നാൽ കഴിയുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആവാം. 10ഓളം സ്ത്രീകൾ 5 ബുള്ളറ്റിലായിട്ട് കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ച് ഈ ആശയം പ്രചരിപ്പിക്കുക. അത് ബുള്ളറ്റിനെ തിരഞ്ഞെടുക്കാൻ കാരണം ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹെവി വെഹിക്കിൾ എന്നുള്ള നിലയിലാണ്. സ്ത്രീകൾ ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളത് ഞാൻ കേരളത്തിൽ മുഴുവൻ ഞാൻ അന്വേഷിച്ചു. അപ്പൊ കേരളത്തിലൊന്നും ബുള്ളറ്റ് ഓടിക്കുന്ന പെൺകുട്ടികൾ ഇല്ല. ഇപ്പൊ യന്ത്രവൽക്കരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യന്ത്രവൽക്കരണത്തിൽ സ്ത്രീകൾ പൂർണ്ണമായിട്ട് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തൊഴിൽ രംഗത്തുനിന്ന് എല്ലാ രംഗത്തും തന്നെ. അപ്പൊ യന്ത്രം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സാധനമൊന്നും അല്ല. അത് കൈപ്പിടിയിലാക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ നീയും സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു വസ്തുവായി മാറ്റപ്പെടും
എന്നുള്ള ഒരു സന്ദേശം അത് വളരെ ഈസിയാണ്. അത് നമ്മളുടെ മനസാന്നിധ്യം കൊണ്ട് മാത്രം മതി നമുക്കത് കൈപ്പിടിയിൽ ഒതുങ്ങാൻ കഴിയും എന്നുള്ളൊരു ബേസിക് ആശയമാണ് ആ വാഹനം ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ വിചാരിച്ചിരുന്നത്. ഒരു ബേസിക് ആശയം. അത് മഴയും വെയിലും, ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പന്തലിട്ടൊന്നല്ല നമ്മൾ പോകുന്നത്, മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ കൊണ്ടുവരാൻ ഇത്ര 10 സ്ത്രീകൾ തയ്യാറായി എന്ന് പറയുമ്പോൾ പിന്നെ അതിനോടൊപ്പം തന്നെ പൈലറ്റായിട്ട് 15ഓളം സ്ത്രീ ഒരു സുമോല്, ടാറ്റ സുമോല് വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. ഈ ബുള്ളറ്റ് ഓടിക്കുന്ന സ്ത്രീകളെ ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ അവസാനം ബാംഗ്ലൂരിലെ ബുള്ളറ്റ് ക്ലബ്ബുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അവിടുന്നാണ് പിന്നെ 9 സ്ത്രീകൾ വരാമെന്ന് സമ്മതിച്ചത്. ഹൈക്കോടതി പറഞ്ഞു ഇങ്ങനെ പോലീസിന്റെ, ഞാൻ എങ്ങനെയാണ് അത് പത്രങ്ങൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പോലീസിന്റെ പണി സ്ത്രീ ശാക്തീകരണം അല്ല, ക്രമസമാധാനമാണ് എന്ന് കണ്ടെന്നു. ആ വരികൾ എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. കാരണം ഞാൻ 6ഓളം വിധികൾ ഹൈക്കോടതിയിൽ നേടിയിട്ടുണ്ട്. അതിൽ 2-3 ശരിക്കും സ്ത്രീപക്ഷമായിട്ട് തന്നെ നേടിയിട്ടുണ്ട്. അതിൽ അപേക്ഷ ഫോംസിന്റെ വിധിയൊക്കെ വളരെ വളരെ എന്താ പറയാ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പൊതുവായിട്ട് സമീപിച്ചപ്പോഴൊന്നും എന്നോട് പോലീസിന്റെ പണി പോലീസിൻ്റെതാണ്, ക്രമസമാധാനമാണ്, വേറെ ഒന്നും അല്ല എന്ന് എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതിനെങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ ആ സ്റ്റേറ്റ്മെന്റ് എന്നെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. വേറെ ആരും സ്പർശിക്കാതെ പോയ മേഖലകളെ സ്പർശിച്ച് അത്തരം സാമൂഹ്യ വിപത്തുകളെ കണ്ണു തുറന്ന് കാണുകയും അതിനോട് പ്രതികരിക്കുകയും അത് ശരിയല്ല എന്ന് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്